ലക്ഷ്മണോപദേശത്തിൽ രാമായണത്തിലും പിന്നെ ഉദ്ധവോപദേശത്തിൽ 19ാമത്തെ ചോദ്യത്തിലും പൂജയെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഒരു ഭക്തന് ദേവൻ്റെ നിന്ന് കിട്ടാനുള്ളത്. ഒന്ന് ഭക്തി, മറ്റൊന്ന് ജ്ഞാനം, മൂന്നാമത്തേത് വിരാഗത, വൈരാഗ്യം. പക്ഷെ നമ്മളാരും ഈ തലത്തിലേക്ക് പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ പി എൻ പണിക്കർ സാറ് ഇവിടെ വന്ന ആ കാലത്ത് എൻ്റെ ഓർമ്മയിൽ നടക്കി നേരെ നിന്ന് 1 മണിക്കൂർ ഇങ്ങനെ പറയും, ഭക്തിദാമ്പ ഭക്തിദാമ്പ. അന്നൊന്നും നമുക്കിത് മനസ്സിലായില്ല. എന്താ ഈ ഭക്തി? എനിക്ക് ഭക്തി ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും സ്വയം സമ്മതിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ആരൊക്കെ നമ്മളോട് എന്തൊക്കെ വിരോധങ്ങൾ കാട്ടിയാലും നമുക്ക് പ്രയാസം ഉണ്ടാക്കിയാലും അവരോടൊന്നും തെല്ലുപോലും കോപമില്ലാതെ അവരെ എല്ലാം സ്നേഹിക്കുന്ന എൻ്റെ അനുഭവം കൊണ്ട് അവരങ്ങനെ ചെയ്തതാണ്. അവരോട് കോപിക്കരുതേ ഭഗവാനെ എന്നീ പ്രപഞ്ചത്തിൽ ആരോടും ഒരു വെറുപ്പുമില്ലാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് ഭക്തി തുടങ്ങും. അപ്പോഴേ ജ്ഞാനം കിട്ടുള്ളൂ. ഭക്തിയാ ജ്ഞാനം പ്രജായതേ. ജ്ഞാനം എന്താണ്? നമ്മളിന്ന് ഒത്തിരി പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് നമ്മുടെ ഓരോ കാര്യത്തിനാണ്. ധർമ്മമർത്ഥകാമമോക്ഷങ്ങളാകുന്ന ജ്ഞാനം അത് നേടിയാൽ പിന്നെ ഒന്നും നേടേണ്ടതില്ല. ആ ജ്ഞാനം കൈവരണം. ഇതൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ മൂന്നാമത്തേത് വൈരാഗ്യമാണ്. വൈരാഗ്യം എന്നുള്ളത് സാധാരണക്കാർ ധരിച്ചിരിക്കുന്നതാണ്. എനിക്ക് അവരെന്നോട് വൈരാഗ്യം, വിരാഗത. അതല്ല, രാഗമില്ലാത്തൊരവസ്ഥ വിരാഗത. കാമക്രോധ ലോപമോഹ മതമത്സര്യാദികൾ നമ്മുടെ മനസ്സിൽ ഇല്ലാത്തൊരവസ്ഥ. നമുക്കൊരു ഭഗവാൻ അനുഗ്രഹിച്ച് വൈരാഗ്യം കിട്ടിയെന്നിരിക്കട്ടെ, നമുക്ക് ഏറ്റവും ഉണ്ടാവേണ്ടത് ജീവിതത്തിൽ വൈരാഗ്യമാണ്. വൈരാഗ്യം ഒരു സാമ്രാജ്യമാണ്. വിരാഗിയായ ഒരാൾ ആരോടും, അതായത് ലോകത്തിൽ എന്തൊക്കെ തെറ്റുണ്ടോ അതിനോടെല്ലാം മനസ്സുകൊണ്ട് അകന്ന ഒരാളിൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബലമാണ് ധൈര്യം. ഒരിളക്കവും വരികയില്ല. അദ്ദേഹത്തിന് സങ്കല്പാദികളില്ല. സങ്കല്പം വന്നാൽ ശത്രുവായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ധനം എന്താണ്? ശാന്തി, മനഃശാന്തി. 3 സാ പ്രാർത്ഥിക്കണമെന്നാണ്. സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇത് 3 ഒന്നിച്ച് കിട്ടിയാൽ ദൈവാധീനമായി. നമ്മൾ വിരാഗിയായെങ്കിൽ അവൻ ദേവനായി മാറും. 3 ലോകങ്ങളും വിരാഗിയെ ബഹുമാനിക്കും. ദരിദ്രനെ കുലീനനാക്കും, അജ്ഞനെ വിജ്ഞനാക്കും വിരാഗം കിട്ടിയാൽ. അതാണ് ജ്ഞാനമുക്തിയർത്ഥ വൈരാഗ്യ സിദ്ധ്യർത്ഥം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകമെല്ലാം അധികാരികളെ ബഹുമാനിക്കും, രാജാവ് ശത്രുക്കളെ പേടിക്കും. അതുപോലെ തന്നെ സർവ്വജീവികളും യമനെ ഭയപ്പെടും. എന്നാൽ ഒരു വിരക്തനായ ഒരാൾ, ഭക്തനും ജ്ഞാനിയും വിരക്തനുമായ ഒരാൾ, അദ്ദേഹത്തിന് അജ്ഞാനം എന്നുള്ളത് ഒന്നില്ല. നമ്മളൊരു ജ്ഞാനി വിരാഗിയായാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അവരെ അമ്മയായിട്ട് കണക്കാക്കും. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും അറിവ് പകർന്നു തന്നാൽ അവരെ അച്ഛനായിട്ട് കണക്കാക്കും. നമ്മൾ ആരെയെങ്കിലും പഠിപ്പിക്കുന്ന നമുക്ക് ശിഷ്യന്മാരുണ്ടെങ്കിൽ ആ ശിഷ്യരെ മക്കളായിട്ട് ജ്ഞാനി വിരാഗി കണക്കാക്കും. ആ വിരാഗിയുടെ പരമശാന്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് എപ്പോഴും ഒരു ശാന്തി ഉണ്ടാകും. വിരക്തൻ്റെ കുടുംബജീവിതം ഉത്കൃഷ്ടമാകും. വിരക്തന് കാര്യവും അകാര്യവും ഇല്ല, ചെയ്യുകയില്ല, ചെയ്യാണ്ടിരിക്കുന്നുമില്ല. വിരക്തൻ മുക്തനാണ്, മോക്ഷത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി പൊളിഞ്ഞാലും, പർവ്വതങ്ങൾ ഇടിഞ്ഞാലും, സമുദ്രമെല്ലാം കൂടെ ഒന്നായി വന്നാലും, ലോകം കീഴ്മേൽ മറിഞ്ഞാലും, നമ്മുടെ യഥാർത്ഥ ഭക്തിജ്ഞാന വിരാഗിയാണെങ്കിൽ നമുക്ക് യാതൊരു ഇളക്കവുമില്ലാത്തൊരു മനസ്സ് കിട്ടും. ഒരു വിരക്തൻ രാജാവിനെ അധികാരിയും വശീകരിക്കേണ്ട, പ്രഭുക്കളെ സേവിക്കേണ്ട, ദുഷ്ടനെ ഭയപ്പെടേണ്ട. ഈശ്വരൻ തുണയാകും. ഈ കൃഷ്ണാവതാരം അതിൻ്റേതാകട്ടെ. ആരോടും ഒന്ന് ഏകാഗ്രമായി പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ എന്നോട് എന്തു പറഞ്ഞാലും തിരികെ എനിക്ക് ആരോടും പിണക്കമില്ല. എല്ലാവരും അവരൊക്കെ എന്തെങ്കിലും ചെയ്ത എൻ്റെ അനുഭവമാണ്. എനിക്കെല്ലാവരോടും സ്നേഹിക്കുവാനും ആ ഭക്തി എനിക്ക് തരണം.
രണ്ടാമത് ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ജ്ഞാനം തരണേ, അറിവ് തരണേ. എല്ലാവർക്കും അറിവുണ്ട്. പലരും അറിവിനെ തെറ്റായിട്ടും ശരിയായിട്ടും രണ്ടായിട്ട് കണക്കാക്കും. അറിവ് ഒന്നേ ഉള്ളൂ, അത് തെറ്റായിട്ടും അറിയാം ശരിയായിട്ടും അറിയാം. കാഴ്ചശക്തി ഒന്നേ ഉള്ളൂ, തെറ്റും കാണാം ശരിയും കാണാം. പക്ഷെ എനിക്ക് നല്ലത് മാത്രം അറിയാം. ഏറ്റവും വലുതായ വിരാഗം. എന്താ വിരാഗം? ഒരു തെറ്റുകളോടും അടുപ്പമില്ലാത്ത ശുദ്ധമായ ഒരു മനസ്സും ശരീരവും ജീവിതവും. ഈ കൃഷ്ണാവതാരത്തോടെ പ്രാർത്ഥിച്ചോളൂ. ഇനി നേദ്യം കഴിഞ്ഞു, അതിൻ്റെ അർച്ചനയാണ്. അപ്പം നാരായണ ജപിക്കാം. നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ അവതാരമായി അവതാരമായി അനന്തശായിരവൻ അവതാരമായി കൽപശഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി ദക്ഷിണായന കാലേ ചിങ്ങമാസമതിൽ ഭക്തവത്സലൻ കൃഷ്ണൻ അവതാരമായി ദക്ഷിണായന കാലേ ചിങ്ങമാസമതിൽ ഭക്തവത്സലൻ കൃഷ്ണൻ അവതാരമായി 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 അനന്തശായിരവൻ അവതാരമായി കൃഷ്ണപക്ഷത്തിൽ നല്ലോരഷ്ടമിയാം തിരിയിൽ അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമായി ഗ്രഹങ്ങളൽപതും പൂർണ്ണ ബലത്തിൽ സന്നിധയെ ഋഷഭലഗ്നത്തിൽ കൃഷ്ണൻ അവതാരമായി ഗ്രഹങ്ങളൽപതും പൂർണ്ണ ബലത്തിൽ സന്നിധയെ ഋഷഭലഗ്നത്തിൽ കൃഷ്ണൻ അവതാരമായി 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 അനന്തശായിരവൻ അവതാരമായി മഴമുകിലൊട്ടുമായി ഇടിമുഴക്കമുണ്ടായി മഴമുകിലൊടി വന്നു അവതാരമായി തിങ്കളും വന്നുരിച്ചു പൂർവശൈലത്തിൻ നീരെ പങ്കജരാവൻ കൃഷ്ണൻ അവതാരമായി തിങ്കളും വന്നുരിച്ചു പൂർവശൈലത്തിൻ നീരെ പങ്കജരാവൻ കൃഷ്ണൻ അവതാരമായി അവതാരമായി അവതാരമായി
ദേവൻ അവതാരമായി. മോഹത്തിൽ പെട്ടു മോഹിച്ചു മരുകുമ്പോൾ രോഹിണി നക്ഷത്രത്തിൽ അവതാരമായി. ദുഷ്ടജനഹരനായി ശിഷ്ടജനപാലകനായി ഇഷ്ടവേശനായ കണ്ണൻ അവതാരമായി. ദുഷ്ടജനഹരനായി ശിഷ്ടജനപാലകനായി ഇഷ്ടവേശനായ കണ്ണൻ അവതാരമായി. അവതാരമായി അവതാരമായി ആനന്ദശായിരേവൻ അവതാരമായി. അവതാരമായി അവതാരമായി ആനന്ദശായിരേവൻ അവതാരമായി. ആനന്ദശായിരേവൻ അവതാരമായി. ആനന്ദശായിരേവൻ അവതാരമായി. ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് 7 ഘട്ടമാണ് ഒരു പൂജയ്ക്കുള്ളത്. ഒന്ന്, ഉപാസകൻ ശരീരം ശുദ്ധമാക്കി നിവേദ്യാദി പൂജാ സാധനങ്ങൾ സംഘടിപ്പിച്ച് വെക്കുന്നത് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം, ഏതൊരു ദേവനെയാണോ ആവാഹിക്കുന്നത് ആ ദേവനെയും ദേവൻ്റെ പരിവാരങ്ങളെയും ദേവൻ്റെ പ്രൗഢിയും അറിയണം ഉപാസകനായ പൂജാരി. അവരെ വിളിച്ചിരുത്താനുള്ള പീഠം ഒരുക്കുന്നതാണ് മണികിലേക്ക് പീഠപൂജ എന്ന് പറയും. മൂന്നാമത്തെ ഘട്ടം ആവാഹനമാണ്. ഭഗവാനെ ആവാഹിക്കണം. ഓരോ പൂജയ്ക്കും മേശാന്തി അകത്ത് അമ്മയെ ആവാഹിക്കണം. അമ്മ ഇവിടില്ലേ, എന്തിനാ ആവാഹിക്കുന്നത്? എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇടപെട്ട് ശ്രദ്ധ ഇവിടില്ലാതിരിക്കുമ്പോൾ കുളിക്കാനും കഴിക്കാനും വിളിക്കുന്നതിനെയാണ് ആ ഒരു ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. മൂന്നാം ഘട്ടം ആവാഹനം. ആവാഹിച്ച് ഭഗവാനെ ഇരുത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വന്നാൽ കുളിക്കണം. അപ്പോൾ 4ാം ഘട്ടം സ്നാനഘട്ടമാണ്, കുളിയാണ്. അത് കഴിഞ്ഞാൽ 5ാം ഘട്ടം അലങ്കാരം. 6ാമത്തെ ഘട്ടം വല്ലതും കഴിക്കൽ, നിവേദ്യം. 7ാം ഘട്ടം എല്ലാവരെയും അനുഗ്രഹിക്കൽ. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജ്ഞാനികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിലാണ്. 1ാം ദിവസത്തെ വരാഹാവതാരം ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സ്, ശരീരം, ബാഹ്യാഭ്യന്തര ശുദ്ധി വരുത്തുക. പന്നിയായിട്ട് ഭഗവാൻ അവതരിച്ച് പന്നി എന്താ ചെയ്തത്? അഴുക്കുകളെ നക്കിക്കളയുകയാണ്. ഭൂമിയുടെ അഴുക്ക് മാറ്റി ഭൂമിയെ ഉമ്മ വെച്ച് ശുദ്ധമാക്കി സുന്ദരിയാക്കി തേറ്റയിൽ പൊങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അതാണ് വരാഹാവതാരം. 2ാമത്തേത് നരസിംഹാവതാരമാണ്. ഇരിക്കുന്ന കസേരയ്ക്ക് 4 കാലുണ്ട്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. ആ 4 കാര്യങ്ങൾ ഉറപ്പിച്ചാൽ ഈശ്വര പൂജയ്ക്കും ധാർമ്മികനല്ലാത്ത ഒരുത്തിന് പൂജ കഴിക്കാൻ അധികാരമില്ല. പരൻ്റെ നിന്ദിച്ചുള്ള പിടിച്ചു പറിച്ചുള്ള ശാപം കിട്ടിയ ധനം കൊണ്ട് വഴിപാട് കഴിച്ചാൽ ഭഗവാൻ സ്വീകരിക്കില്ല. പിന്നെ ഓരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജിച്ചാൽ ഫലം കിട്ടുകയില്ല. ഈശ്വരൻ സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹേ പാടുള്ളൂ. 4ാമത്തേത് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിക്കുന്ന അവസ്ഥ. അതാണ് 2ാം ദിവസം അതുണ്ടാക്കും. അതാണ് ഹിരണ്യകശിപുവാകുന്ന അധർമ്മത്തിനെ എല്ലാം മാറ്റി പ്രഹ്ലാദനാകുന്ന ധർമ്മത്തിനെ ഇരുത്തി പീഠപൂജ കഴിച്ചു. ഇനി 3ാം ഘട്ടം എന്നാണ് ആവാഹനയാണ്. അതാണ് കൃഷ്ണാവതാരം. ഭഗവാനെ വിളിച്ചു വരുത്തി. ഭഗവാന് അത് കഴിഞ്ഞാൽ കുളി വേണം. അതാണ് 4ാം ദിവസം നാളത്തെ ഗോവിന്ദപട്ടാഭിഷേകം. അത് കഴിഞ്ഞാൽ അലങ്കരിക്കണം. അതാണ് അലങ്കാര പൂജ. രുക്മിണീശ്വരൻ മാലയൊക്കെ ചാർത്തി വസ്ത്രമൊക്കെ കൊടുത്ത് അത്രയും കഴിഞ്ഞാൽ ഭക്ഷണമായി. അതാണ് 6ാം ദിവസം. സദ്യയൊന്നുമല്ല ഭഗവാന് ഭക്തൻ കൊടുത്ത അവര്.
7-ാം ദിവസം ഔവൃത സ്നാനം തൻ്റെ ശക്തിയെ ജലത്തിൽ പ്രവേശിക്കുകയാണ്. വെള്ളമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല. ആ വെള്ളത്തിലൂടെ ഭഗവത് ചൈതന്യം നമുക്ക് ആരോഗ്യമായിട്ട് കിട്ടുന്നതാണ് ഔവൃത സ്നാനം. അപ്പം അതിൽ ഇപ്പോൾ അവതാരം കഴിഞ്ഞുള്ള നേദ്യം 8 വിധത്തിലുള്ള നേദ്യങ്ങളുണ്ട്. അതെല്ലാം നേദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെയൊക്കെ നാളിലും പേരിലും ഭഗവാനെ സ്തുതിക്കുന്ന പ്രസന്ന പൂജ എന്ന് പറയും. ഇനി അടുത്തൊരു മണിയിൽ നിൽക്കുന്നത് പ്രസന്ന പൂജയ്ക്കാണ്. ആ പ്രസന്നമാക്കുന്ന സമയത്ത് ഭഗവത് പാർശ്വന്മാർ ഗാനങ്ങൾ ഉതിർത്ത് നൃത്തം ചെയ്യുന്നതാണ്. അതിനാണ് ഇടയ്ക്ക വാദ്യവും കീർത്തനങ്ങളൊക്കെ പാടുന്നത്. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും നൃത്തം ചവിട്ടിക്കൊണ്ടാണ് നാമം ജപിക്കുന്നത്. അവരെല്ലാം തുള്ളിക്കളിച്ച് ആനന്ദിക്കും. നമുക്ക് ഇവിടെ അങ്ങനെ രീതിയില്ല. ഇതാണ് നമ്മുടെ ഈ പൂജയുടെ പദ്ധതി. അത് വിധിപ്രകാരം 7 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പൂർണ്ണത നിറഞ്ഞ പൂജയാകും. അതുകൊണ്ട് നമുക്ക് ദൈവാധീനമാകും. അപ്പോൾ 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഓരോ ദിവസവും കൊണ്ട് അത് വർദ്ധിച്ച് 7-ാം ദിവസം പൂർണ്ണത കിട്ടുന്നതാണ്. അമ്പാടിയിലൻപോടു വിളങ്ങിടിനരത്നം അന്താവിതു ഞാനും കൊടുകോടുന്തമുകുന്ദ അമ്പാടിയിലൻപോടു വിളങ്ങിടിനരത്നം അന്താവിതു ഞാനും കൊടുകോടുന്തമുകുന്ദ അന്താവിതു ഞാനും കൊടുകോടുന്തമുകുന്ദ സാരം ഇമ്പം കലരും കുങ്കുമവൻപോടിക ചാത്തി കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഈടേറിന ഗോപീജന മധ്യേ വിളയാടി ഈടേറിന ഗോപീജന മധ്യേ വിളയാടി കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഉൾക്കമ്പമകറ്റേടിന ചിൽക്കോമളരൂപവും ഉൾക്കമ്പമകറ്റേടിന ചിൽക്കോമളരൂപവും കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ പൂക്കേറിന മല്ലന്നുയിർ പോക്കീടിന നിൽമേ പൂക്കേറിന മല്ലൻ ഉയിർ പോക്കീടിന നിൽമേ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ എത്തേടിന പാപത്തകത്തേടിന നിൽമേ എത്തേടിന പാപത്തകത്തേടിന നിൽമേ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഏണാക്ഷികൾ പൂഞ്ചേലകവർണ്ണീടിന നിൽമേ ഏണാക്ഷികൾ പൂഞ്ചേലകവർണ്ണീടിന നിൽമേ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഐന്ദാക്ഷരബാധയവർ കേൾപ്പിച്ച വിശേഷവും ഐന്ദാക്ഷരബാധയവർ കേൾപ്പിച്ച വിശേഷവും കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഒന്നോർത്തിക പാർത്ഥങ്ങളുടെ പേർവൂട്ടിന രൂപം ഒന്നോർത്തിക പാർത്ഥങ്ങളുടെ പേർവൂട്ടിന രൂപം കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ ഓടക്കുഴലും കാലികൾ മേച്ചീടിന കോലോ ഓടക്കുഴലും കാലികൾ മേച്ചീടിന കോലോ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ കണ്ടാവിതു ഞാനും കൊടുകോവിന്ദമുകുന്ദ
സന്നിധി തന്നിൽ കുടികൊണ്ടിടിന രത്നോ കണ്ടാവിതു ഞാനോട് ഗോവിന്ദ മുകുന്ദ കണ്ടാവിതു ഞാനൻപൊടു ഗോവിന്ദ മുകുന്ദ ക്ഷീണത പോക്കേടിന ലക്ഷ്മീപതി ദേഹോ അക്ഷീണത പോക്കേടിന ലക്ഷ്മീപതി ദേഹവും കണ്ടാവിതു ഞാനോട് ഗോവിന്ദ മുകുന്ദ കണ്ടാവിതു ഞാനൻപൊടു ഗോവിന്ദ മുകുന്ദ അൻപോരുഹ നേത്ര തവ പൻപര സരോജോ അൻപോരുക നേത്ര തവ പൻപാദ സരോജോ അൻപോട് വണം നിതു ഗോവിന്ദ മുകുന്ദ അൻപോട് വണം നിതു ഗോവിന്ദ മുകുന്ദ പാടിയിൽ അൻപോട് വിളം വീടിന രത്നവും കണ്ടാവിതു ഞാനൻപൊടു ഗോവിന്ദ മുകുന്ദ പാടിയിൽ അൻപോട് വിളം വീടിന രത്നവും കണ്ടാവിതു ഞാനൻപൊടു